ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വീഡിയോ ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കാണും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫുഡ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ടന്റ് ആണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്നല്ലേ അത് മേരി പറയുന്നതാണ്. എന്താണ് മേരി? കപ്പിൾ ചലഞ്ച് ആണ്. കപ്പിൾ ചലഞ്ച് ആണ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ടാണ് റെഡി ആക്കിയിട്ടുണ്ട്. അതാണ് ഈ ബോക്സിൽ 2 ബോക്സിലുള്ളത്. അപ്പൊ നമ്മളെ പറ്റി മറ്റാൾക്ക് പേരിന് എന്തേലും എന്നെ പറ്റി അറിയാം എന്ന് നമ്മളുടെ നടത്തുന്ന ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ഗെയിമാണ് കേട്ടോ ഇത്. അപ്പോ ഇതില് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ 8 സെക്കൻഡ്സ് ടൈമർ വെക്കും. ആ ടൈമിങ്ങിനുള്ളിൽ പറയണം. ഇനി പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഓരോ കൂട്ടം കാര്യങ്ങൾ കണ്ടില്ലേ, അതെന്ത് ചെയ്യും? ഓരോരുത്തരുടെ മുഖത്ത് അപ്ലൈ ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതോറും അതിനനുസരിച്ച് പടം വരച്ചു കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്ലാൻ. അപ്പൊ എന്തായാലും നമ്മൾ ഈ കെരിയർ കോളത്തിൽ എന്തായാലും ഇറങ്ങാൻ പോണില്ല. ആരെങ്കിലും ഒരാളല്ല, നമ്മള് രണ്ടുപേരിൽ എന്തെങ്കിലും കിട്ടിയിരിക്കും. ഒരാൾക്ക് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആരാണ് ഇതിൽ വിൻ ചെയ്ത് നമുക്ക് നോക്കാം, ആരാണ് ഫെയിൽ ആണെന്ന് നമുക്ക് നോക്കാം. അതെ, പിന്നെ നമ്മളിവിടെ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെ വിന്നർ എന്ന് അറിയണല്ലോ. അതെ അതെ അതെ. അപ്പൊ നമ്മളിവിടെ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കും ഓരോ ക്വസ്റ്റ്യനും കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം, തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 8 സെക്കൻഡ് ആണ് ഇതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയം. അതെ, ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തോ. ലേഡീസ് ഫസ്റ്റ്. അതിന് മുമ്പായിട്ട് ഇത് എന്റെ ഡെപ്പി അല്ലേ? അതെ, ഞാൻ എടുക്കാണ്. ഓക്കെ, ഇത് ഞങ്ങൾ ഷഫിൾ ചെയ്യോ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, ഞാനൊന്ന് എടുക്കുവാണേ. എടുത്തോളൂ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലേ? അതെ. ഓക്കെ. നമ്മൾ ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ അതെനിക്കറിയാം. ഞാൻ ടൈമർ ഓൺ ചെയ്തു. പക്ഷെ എനിക്കറിയാം, പാവാട. ഇതാണ് ഫസ്റ്റ് കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങള് തിയേറ്ററിൽ പോയി കണ്ട സിനിമ അത് ഏത് തിയേറ്ററാന്ന് ഓർമ്മയുണ്ടോ? അത് മറ്റേ ലുലുമാളിലേതോ മൾട്ടിപ്ലക്സ്. എനിക്ക് അതൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓക്കെ. അപ്പൊ നമ്മൾ അധികം സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയി അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പൊ അത് കുറവാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് നണ്ണ് പറഞ്ഞിട്ടൊരു സിനിമയാണ് ഇവിടെ അടുത്ത്. അപ്പൊ നമ്മൾ അങ്ങനെ അധികം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കണ്ടിട്ടുള്ളൂ, അധികം കണ്ടിട്ടില്ല അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് കണ്ടു. ഇനിയിപ്പോ അടുത്തത് ഞാനല്ലേ എടുക്കാം. ഇനിയിപ്പോ അടുത്ത എന്റെ ചാൻസ് ആണ്. അവള് രക്ഷപ്പെട്ടു. ഞാൻ മാറ്റി വെച്ചിട്ടോ. അപ്പൊ എനിക്കൊരു പോയിന്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്നെ എനിക്കറിയാൻ എന്താ ചെയ്യാ. ഞാനിപ്പോ ഷഫിൾ ചെയ്തിട്ട് എന്താ വിഷയം? ഓറഞ്ച് തന്നെ ആയിക്കോട്ടെ, ഐശ്വര്യമായിട്ട്. വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓ, ഇതൊന്ന് കഥ എഴുതി വെച്ചേക്കാണോ? എന്നെ ചെറുപ്പത്തിൽ കാണാതെ പോയ ഒരു കഥ നടന്നത് ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്നെ കാണാതെ പോയ കഥ. ഞാൻ ടൈമർ ഇടുവാണേ. എന്നെ കാണാതെ പോയ കഥ 4ാം ക്ലാസ്സില്. അയ്യോടാ, കറക്റ്റ് അല്ലേ? അല്ല. 2ാം ക്ലാസ്സില് അല്ല. അയ്യോ, അത് അറിയത്തില്ല. ഞാൻ പറയട്ടെ, എന്നെ LKG പഠിക്കുമ്പോഴാണ് കാണാണ്ട് പോയത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ ബസ്സിലാണ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്റെ ചേച്ചിമാരുടെ കൂടെ അല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം അറിയത്തില്ല. ആദ്യമായിട്ട് എങ്ങാണ്ട് ഞാൻ ബസ്സിൽ പോവാ. അപ്പൊ ഞാൻ ആ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഇറങ്ങാനുള്ള സ്ഥലം എവിടെയാണ്. എന്നെ കൂട്ടാന്ന് പറഞ്ഞ ചേച്ചിമാരും എന്നെ പറ്റി അന്നേരം ഓർത്തില്ല. ഫസ്റ്റ് ഡേ അല്ലേ. അപ്പൊ ഞാന് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാതെ അവിടെ ഇരുന്ന് അങ്ങ് പോയി. എന്നിട്ട് കുറച്ചങ്ങോട്ട് മാറിയപ്പോ ഡ്രൈവറായിട്ട് കോളറി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം ചേട്ടാന്ന് പറഞ്ഞെങ്കിലും മുന്നോട്ട് കുറച്ചായി പോയായിരുന്നു. അപ്പൊ വീട്ടുകാർ ഇത് അന്വേഷിക്കാൻ തുടങ്ങി. കാരണം അവര് പിന്നെയും കുറെ ദൂരം പോയിട്ടാണ് തിരിച്ച് എന്റെ സ്റ്റോപ്പിൽ വരുന്നത്. അപ്പൊ വീട്ടുകാർ ഓർത്തു ഇത് എവിടെ പോയി കാണാനില്ല, ആളെ കാണാനില്ല, കൊച്ചു കുഞ്ഞല്ലേ, കിണറ്റിലൊക്കെ പോയി തപ്പി എന്നെ പറ്റി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് LKG വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഞാൻ തുടങ്ങട്ടെ. മേക്കപ്പ് ഇല്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കിട്ടില്ലായിരുന്നോ?
അയ്യോ അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. ചോദിച്ചു വാങ്ങാണ് ഗൈസ്. ഫസ്റ്റ് ഞാൻ ഇതാണ് ഇട്ടിടാൻ പോകുന്നത്. എവിടെയാ ഇടുന്നത്? ഇതിപ്പോ എവിടെ ഇടും? ഞാനേ കണ്ണട മാറ്റിക്കോളൂ, ഞാൻ മാറ്റി, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഒരു വര പോലെ എന്തൊക്കെയോ കുത്തി വരച്ച് വെക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ പറയണോട്ടാ, കമന്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെന്നേ. അടിപൊളിയല്ലേ? കാണാൻ പറ്റുന്നില്ല, നല്ലതാണെന്ന്. നല്ലതാ, അടിപൊളിയാ, നല്ലതാ. ഓക്കെ. അപ്പൊ അടുത്ത ഞാനല്ലേ? ഇത് മാറ്റി. ഓക്കെ, നിനക്കിട്ടുള്ള പണി പരിപാടി വരുന്നുണ്ട്. ഞാൻ എടുത്തു കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായി ജോലിക്ക് കയറിയ കമ്പനി. ടൈമർ ഇടുന്നില്ല. ഞാൻ അത് മറന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്കറിയില്ല. ജോലിക്ക് കയറിയ കമ്പനി ഏതാണ്? ഇന്റിമേറ്റ്. ഇന്റിമേറ്റ് ആണ്. ഒരിക്കലും അല്ല, എന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. കഴിഞ്ഞു, ടൈമർ കഴിഞ്ഞു. എന്താണ്, ഏതാണ് ഗൈസ്? തോറ്റുട്ടോ. ഫസ്റ്റ് മേക്കപ്പിനുള്ള ടൈം ആയിട്ടുണ്ട്. അതല്ല, എറണാകുളത്തുള്ള കമ്പനി മോഡാണോ? എബൻ. ഞാൻ കേട്ടിട്ട് പോലില്ല. കേട്ടിട്ടില്ലേ? നോക്കൂ, ആ ഒരു ബുക്കിലെടുത്ത് ആ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന എന്റെ പേപ്പർ എടുത്ത് നോക്കൂ. അതിനകത്ത് ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ചേട്ടാ അതെന്ന് പറയട്ടെ, ഇഷ്ടമാതിരി കമ്പനീസ് മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ല. ഇഷ്ടമാതിരി മാറിയിട്ടില്ല. ആ 4 കമ്പനിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും നാളുടെ ഇടയില്. അല്ല, ചുമ്മാ അങ്ങോട്ട് തട്ടി. സെക്കൻഡ് ഇന്റിമേറ്റ് അല്ലേ? സെക്കൻഡ് ഇന്റിമേറ്റ്. ഫസ്റ്റ് ഞാൻ ചോദിച്ചത്, ഫസ്റ്റ് കമ്പനിന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് പോയില്ലേ? അപ്പൊ നമുക്ക് മേക്കപ്പ് ഇടാലോ? മേക്കപ്പ് ഇടാം. നീ എന്നെ എന്താ ചെയ്തു വെച്ചേക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. അപ്പൊ ഇതെന്താ സംഭവം? അത് ലിബാം പോലത്തെ ഒരു സാധനമാണ്. ഞാൻ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇത് വേണ്ട, ഇപ്പൊ നമുക്ക് അടുത്ത് എടുക്കാം. ക്യൂട്ടക്സ് എടുത്താലോ? ക്യൂട്ടക്സോ? നെയിൽ പോളിഷ്. നെയിൽ പോളിഷ് ഇല്ല, ഇത് ഐലൈനറാ. ഐലൈനറാണ് കേട്ടോ, മാറിപ്പോയി. ഐലൈനറാണ് ഇടാൻ പോണേ. വലിയ കാര്യമായി. ഐലൈനറാണ് എനിക്ക് ഇടാൻ പോണത്. അത് വെച്ച് അറിയാൻ പോകണം. അവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു, അറിയിക്കണ്ടല്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? ഭംഗിയായിരുന്നോ? ഇങ്ങനെ തിരിയൂന്നൊക്കെ എന്തായിട്ടോ നാടകമോ? മറിയോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടുവിടും. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്റെ അല്ലേ? ഇനി അടുത്ത ഞാനാണ് എടുക്കേണ്ടത്. 0. അപ്പൊ ഞാൻ പറ്റി ഇപ്പൊ എന്താ പോയിന്റ് നിലവാരം? 1-1. ഓക്കെ. 1-1. എന്ത് പറഞ്ഞു? എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലേ? എന്താ ആൻസർ? അപ്പൊ 1-0. ശരി. എനിക്ക് 0. ഓക്കെ, ഇനി അടുത്ത്. അപ്പൊ ഞാൻ എടുക്കാൻ പോവാണേ. ഞാൻ ടൈമർ സെറ്റ് ചെയ്യട്ടെ. വായിച്ചിട്ട് ടൈമർ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്നെ കാണിക്കും. ഞാൻ എഴുതിയതല്ലേ? എന്റെ ഫസ്റ്റ് പെറ്റിന്റെ നെയിം പറയൂ. ഫസ്റ്റ് പെറ്റിന്റെ നെയിം എന്ന് പറഞ്ഞാല് എന്റെ ഫസ്റ്റ് ഞാൻ വളർത്തിയ ഡോഗ് ആണ്. ഡോഗാണ്. കഴിഞ്ഞു. ഡോഗാണെന്ന് പറഞ്ഞില്ലേ? ഡോഗാണെന്ന് പറഞ്ഞില്ലേ? നെയിമാ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പെറ്റിന്റെ നെയിമും ഡോഗ് എനിക്കറിയില്ല ഗൈസ്, എനിക്കറിയില്ല. പെട്ടു, ഞാൻ വെച്ചു. എന്താണ് അന്ന് ഏതെങ്കിലും ഒരു പെറ്റിന്റെങ്കിലും പേര് പറ. ഓർമ്മയില്ല. ചിക്കു എന്നായിരുന്നു എന്റെ ഫസ്റ്റ് പെറ്റിന്റെ നെയിം. എന്നെ പറ്റി അധികം അറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല. എന്താ ഞാൻ വർക്ക് ചെയ്ത കമ്പനി പോലും പറഞ്ഞിട്ടില്ല. പിന്നെയാണോ? അത് കൊറേ കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൊറേ അല്ല, ആകെ 4 ഉള്ളൂ. ചേട്ടാ ഇതിപ്പോ എന്ത് എഴുതാം? ഇവിടെ എഴുതാം. കൊള്ളാം, അടിപൊളി. എനിക്ക് കിട്ടോടി ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി കട്ടിയായിട്ട് എഴുതി കൊടുക്കായിരുന്നു. നിക്കേ, നന്നായിട്ട് എഴുതട്ടെ. സൂപ്പറാണോ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നിന്റെ അല്ലേ? എനിക്കുള്ള വഴി വരുന്നുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് ഇതെടുത്തു കേട്ടോ. വായിച്ചു നോക്കിട്ട് ടൈമർ സെറ്റ് ചെയ്യണേ. ഞാൻ LKG UKG പഠിച്ച സ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ.
കറക്റ്റ് ആണ്. പോയി ഗൈസ്. സെന്റ് മേരീസ് LKG UKG ഞാൻ പഠിച്ച സ്കൂള് സെന്റ് മേരീസ് ഹൈസ്കൂൾ. കോൺവെന്റ് സ്കൂൾ ഫൈനൽ മൊമെന്റിൽ കിട്ടി. എന്താണ് എന്നോടൊക്കെ ഇങ്ങനെ ചോദിക്കാം, എനിക്കിതൊക്കെ അറിയില്ലേ. കോൺവെന്റ് സ്കൂൾ പറഞ്ഞു. സ്കൂളിന്റെ പേരെന്താ? അത് എന്താണ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ കഴിഞ്ഞിട്ടാ പറഞ്ഞ. പക്ഷെ കോൺവെന്റ് സ്കൂൾ പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഓക്കെ, വിട്ടു. അപ്പൊ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ എഴുതട്ടെ. ഇവിടെ കളിക്കുന്നുണ്ടല്ലോ, ചോദിക്കുന്നത് എന്താ തേച്ച് വെച്ചത്? അത് സാരില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോ കഴിക്കാം. ഇനി അടുത്തത് ഞാനല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്റെ കൂടാണ് കേട്ടാ. ഓക്കെ, കുട്ടിച്ചാട്ടം. എന്തായാലും പറയാൻ പോകുന്നത് അടുത്തടുത്ത് ഗ്രീൻ കളർ. ഗ്രീൻ ആണോ അത്? ഗ്രീൻ അല്ലേ, യെല്ലോ. എന്നോട് എന്റെ സിബ്ലിങ്സ് ആൻഡ് മമ്മിയെ കൂടാതെയുള്ള എന്റെ 5 റിലേറ്റീവ്സിന്റെ നെയിം. രണ്ടെണ്ണം പറഞ്ഞാൽ മതി, 2 പേര് പറഞ്ഞാൽ മതി. 5 അല്ല, 2 പേര് പറഞ്ഞാൽ മതി, കാരണം സമയം പോയി, 4 സെക്കൻഡ് ആയി. ഔസേപ്പച്ചൻ, ബിജു അങ്കിൾ. പെട്ടെന്ന് അത്ര കിട്ടിയുള്ളൂ. ഔസേപ്പച്ചൻ അങ്കിളും ബിജു അങ്കിളും അല്ലെ? ബൈജു അങ്കിളും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അത് 5 ആയിരുന്നു പറയണ്ടത്, ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ. ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞാലേ 3 പേരുടെ പറഞ്ഞേ. 3 പേരുടെ പറയാണെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കൂടാതെ അല്ലേ പറഞ്ഞത്? സിബ്ലിങ്സിനെയും കാര്യങ്ങളെയും കൂടാതെ അല്ലേ? അപ്പൊ പറയാണെന്നുണ്ടെങ്കില് മാമച്ചനങ്ങള്, പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ആരായിരുന്നു? പിന്നെ ആന്റിമാരുണ്ടല്ലോ. ആന്റിയുടെ ഫുൾ പേര് പറയില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. കാരണം വിളിപ്പേരുണ്ട്, ആ പേര് ഇപ്പൊ ഇങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല. ശരിക്കും ആ പേരറിയത്തില്ല. അതല്ല, പിന്നെ എന്റെ കസിൻസിനെ ഒന്നും അറിയത്തില്ല. അപ്പൊ കസിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മേഘ കസിൻ അല്ലേ? പിന്നെ മറ്റേ തൊടുപുഴയിലുള്ള അങ്ങനെ കൊറേ കസിൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് രക്ഷപ്പെട്ടു കേട്ടോ. എന്നാലും ഞാനാ മുന്നിൽ നിൽക്കുന്നത്. സമ്മതിച്ചു, അത് കുഴപ്പമില്ല. നമുക്ക് കളി ഇനി എപ്പോഴാണെങ്കിലും മാറി മറിയാലോ. എടുക്കട്ടെ ഒരെണ്ണം. അയ്യോ, ഇതെന്താ ഇത്? എന്റെ മുഖത്തൊക്കെ പാട്. അത് കയറി പിടിച്ചോണ്ടാ. ശരി, കളിക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന, അതായത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. നല്ല ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടമായിട്ടോ. ടൈമർ വെക്കുന്നില്ലല്ലോ അല്ലേ? അയ്യോ, മാൽദീവ്സ്. അത് നീ പറയുമെന്നറിയാം, അതുകൊണ്ട് മനപ്പൂർവ്വം ടൈമർ വെക്കാനുള്ള. മാൽദീവ്സ് ഭയങ്കര ആഗ്രഹമുണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അവിടെ നല്ലൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ആഗ്രഹമുണ്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് ഒന്ന് മാൽദീവ്സിൽ പോകണം. അപ്പൊ അവള് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷെ ഇതൊക്കെ എന്ത് രക്ഷപ്പെട്ടു. പക്ഷെ ക്വസ്റ്റ്യൻ ഇഷ്ടമായിട്ടോ, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങായിരുന്നു അല്ലേ? കിട്ടുന്നുണ്ടായിരുന്നില്ല. അരമണിക്കൂർ മേലെ 10 ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ അടുത്ത എന്റെ വീടാണ്. അടുത്തത് നെക്സ്റ്റ് വൺ, മൈ ബർത്ത് ടൈം. ബർത്ത് ടൈമോ? ബർത്ത് ഡേറ്റ് ആണെങ്കിൽ പറയാം. അതൊക്കെ ഓർക്കണം. ബർത്ത് ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, പണ്ടിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഏതോ പാലരാത്രി 7:30 AM ഞാൻ ഉണ്ടായത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വരെ അറിയാം. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണ്ടേ? അപർണോട് ചോദിച്ചാൽ അപർണ പറയും. എന്നോട് പറഞ്ഞിട്ടില്ലടോ. ഓക്കെ, അപ്പൊ ഞാന് അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത മേക്കപ്പിന്റെ ടൈമായി. വരച്ചോളൂ. ചുണ്ടത്തിടാൻ പോകണം. ചുണ്ടത്തിൽ അറിയാൻ പോകണ്ട, അതാണ് പ്രശ്നം. പക്ഷെ ഇത് അറിയില്ല. ഇടാത്ത മനുഷ്യനാണ്. വായിലോട്ട് പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, മനുഷ്യൊന്നും പോയില്ല. കേട്ടോ, ഭംഗിയായിട്ടുണ്ടോ? അത് പക്ഷെ വൃത്തികേട്ടേക്കാണ് ഞാൻ. കരഞ്ഞിരിക്കണ്ടേ? ഇതൊക്കെ മേക്കപ്പിന്റെ ആവശ്യം ഉണ്ടാവുമോ? ഇതെന്താ ഒട്ടിപ്പിടിക്കാനുള്ള ഇതൊക്കെ ഇട്ടിട്ടാണോ നിങ്ങൾ? അപ്പൊ ഇനി അടുത്ത എന്റെ വീടല്ലേ? ആരുടെ വീട് വരുന്നത്? ഇനി എന്റെ വീടല്ലേ? ശിക്ഷ പണിഷ്മെന്റ്. ശരി, സമ്മതിച്ചു. അപ്പൊ 0. നീ നെക്സ്റ്റ് എന്റെ ആണേ. എന്റെ തന്നെയല്ലേ? ആദ്യത്തെ പെറ്റ് ജാക്കു. അല്ല,
അയ്യോ ഓ മറ്റേ പൂച്ച. പൂച്ച. ടൈമർ ഇട്ടില്ല. അയ്യോ പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ തന്നെ ടൈമർ ഇടാൻ മറന്നു. എപ്പോഴും ടൈമർ ഇടാൻ മറന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം 1 സെക്കൻഡ് ഞാൻ പറഞ്ഞു. പക്ഷെ പെറ്റിന്റെ നെയിം ചോദിച്ചിരുന്ന വെച്ചെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അല്ല, കിങ്ങിണി. ഒരു പൂച്ച ഉണ്ടായിരുന്നു, പെൺപൂച്ച ഉണ്ടായിരുന്നു പണ്ടത്തെ വീട്ടിൽ. അത് പണ്ടത്തെ. പേര് പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് ഞാൻ എടുക്കാം കേട്ടോ. ശരിയാക്കി പെറ്റിന്റെ പക്ഷെ നമ്മൾ ഒരുപോലെ എഴുതിട്ടോ. സ്റ്റാർട്ട്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയും. സ്റ്റാർട്ട് ടൈമർ ഇട്ടല്ലേ പെട്ടെന്ന് പറയുന്നത് ഉറങ്ങുക. ശരിയാണ്. ഒന്ന് കിടന്നാ മതി, ഉറങ്ങിയാ മതി. അതാണ് സംഭവം. ഉറങ്ങുക എന്നുള്ളതാണ്. ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ സംഭവം ഉണ്ട്. ഉറങ്ങാൻ കിടന്ന് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അണങ്ങി കഴിഞ്ഞാല് അപ്പം കണ്ണുറക്കും. വിചിത്ര രോഗമാണെന്ന് തോന്നുന്നു. അതെന്താണെന്ന് മാത്രം അറിയത്തില്ല. അപ്പൊ അതില് ഞാൻ ഫെയിലായി. ഞാൻ പാസ്സായി. ഇത് മര്യാദക്ക് ഇരിക്കില്ല. ഇനി അടുത്തത് തന്റെ കൂടെ മേരിയുടെ കൂടെ. എന്നാലും ഞാൻ ഒരു പോയിന്റിന് മുന്നിലാണ്. ടൈമർ ഇടണേ. ടൈമർ ഇട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വലിയ അറിയപ്പെടുന്ന വ്ളോഗർ ആവുക എന്നുള്ളതാണ്. ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പൊ അത് കുറെ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ ആഗ്രഹമല്ല ട്രാവൽ വ്ളോഗ് ചെയ്യാന്നുള്ളത്, ഏട്ടന്റെ ആഗ്രഹമാണ്. അപ്പം അറിയപ്പെടുന്ന ഒരു ട്രാവൽ വ്ളോഗർ ആവുക എന്നുള്ളതാണ്. യൂട്യൂബർ ആവണമെന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും സഹായം കൊണ്ട് ഒരുപക്ഷെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്നോട് ചോദിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയും കൂടി ഉണ്ട് അല്ലേ? മാർക്കറ്റിംഗ് ഒരിക്കലല്ല കേട്ടോ, അങ്ങനെയല്ല. എന്നാലും പോയോ ഏത് അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ പക്ഷെ നിനക്ക് ഇനിയിടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ലല്ലോ. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് എന്താ പൊള്ളുന്നത്? മിക്കവാറും എക്സ്പെരിമെന്റ് കഴിഞ്ഞായിരിക്കും. ഞാൻ ഉപയോഗിക്കാറില്ല ഇതൊന്നും. ഇനിയിപ്പോ അടുത്തത് എന്റെ കൂടെ ആണ് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂള്. ഓ അറിയാമോ? അത്രേ ഉള്ളൂ, സിമ്പിൾ, സില്ലി. ഇതൊക്കെ അറിയാമോ? പറഞ്ഞില്ലേ, എത്ര തവണ പറഞ്ഞിരിക്കുന്നു. ആ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എത്ര തവണ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ പഠിച്ച സ്കൂള്. നല്ലൊരു സ്കൂളായിരുന്നു, നല്ല ടീച്ചേഴ്സും ആയിരുന്നു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു. ഇനി അടുത്തത് ഇതിപ്പോ എത്ര പോയിന്റ് ആയി? അപ്പം ഇല്ല 1 പോയിന്റ്. ഇതിപ്പോ ഞാൻ എഴുതിയില്ല, തെറ്റുണ്ടോ? തെറ്റില്ല, കറക്റ്റ് ആണ്. ഇനി അടുത്തത് മേരിയുടെ കൂടെ. ഇത് പൊള്ളുന്നുണ്ട്. അത് സാരില്ലാണേ, കുറച്ചൊക്കെ വേദനകൾ സഹിക്കണം. ഞാൻ ആദ്യമായി ഗൾഫിൽ പോയ വർഷം, ഏത് സ്ഥലം? 2011. അയ്യോ ടൈമർ. ഗൾഫിൽ പോയ ദുബായ്, അബുദാബി, ദുബായ്. 2011 വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചത്. 2000 എന്നോട് പറഞ്ഞു 2012. അപ്പൊ എന്തായാലും ഞാനൊരു പോയിന്റ് കിട്ടി കേട്ടോ. ഇനി അടുത്തത് ഞാൻ വീണ്ടും എടുക്കണം. എന്തെങ്കിലും ഒരു ഭാഗ്യം ഇനി വരക്കാനുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കണം. എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ജോലിക്ക് കയറിയ വർഷം, റീസെറ്റ് സ്റ്റാർട്ട്. ഇത് പെട്ടെന്ന് ആലോചിച്ച് പറയില്ല, കുറച്ച് ആലോചിച്ച് എന്തായാലും കിട്ടുള്ളൂ. 2017 ആലോചിക്കേണ്ട കാര്യം ഇരിക്കുന്നു. പക്ഷെ കുറച്ചൊന്നും ഇതായില്ലേ? ഇല്ല, ഞാൻ ചിരിച്ചത് കൊണ്ടല്ലേ. 2017 പിന്നെ അറിയാണ്ട് എനിക്ക് അറിയാതിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയാം. 2017 ആണ് ഞാൻ ജോലിക്ക് കയറിയത്. എന്നാലും പറഞ്ഞല്ലേ. അപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോ 3 കൂടി ഉള്ളു എനിക്ക്. എന്താവോ എന്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടോ? പക്ഷെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട്. ആദ്യമായി ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ സ്റ്റാർട്ടഡ്. എനിക്ക് അറിയാൻ തോന്നില്ല. ഇത് ഫാമിലിയുടെ കൂടെ പോയി കണ്ടതാണ്. ഏത് സിനിമയാന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഏതോ ഒരു മോഹൻലാൽ സിനിമ. അയ്യോ ഇതെങ്ങനെ? ഞാൻ ഇവര് നിങ്ങൾ പണ്ട് ഒത്തിരി സിനിമകൾ കാണാൻ പോയിട്ട് ആഴ്ചയിൽ പോയിട്ടില്ലേ സിനിമ കാണാൻ? ആദ്യമായിട്ട് പോയ പടമാണ്. ആദ്യമായിട്ട് അതിനോട് പറഞ്ഞിട്ടില്ല. അത് ഇല്ല, പറഞ്ഞിട്ടുണ്ട്. തൂവാനത്തുമ്പിയ. എന്താ തുമ്പിക?
മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഞങ്ങൾ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇവിടെ 3D കളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പ്ലേ ചെയ്തപ്പോ പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ വേർക്കും ഗൈസ് എനിക്ക് കോളത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇല്ല, ഈ മുഖത്തിന്റെ അത്രയും ഇല്ല. ഞാൻ വൃത്തിക്ക് ചെയ്തുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ശരിയാക്കി വരാം. അയ്യോ ഞാൻ വൃത്തിക്ക് ചെയ്ത് കാണിച്ചു കേട്ടോ. അത് വേണ്ടിയിരുന്നില്ല. ഡസ്റ്റ് അലർജി ഇല്ല. ചന്ദനക്കുള്ളിൽ ചാർത്തി കൊളവാക്കൂല കർത്താവേ. ചെയ്യൂ. മതിയില്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആ പൗഡർ ബാക്കി വെച്ചേക്ക്, ഞാൻ അടുത്ത് ഇട്ട് തരാം. എന്തോന്ന് കോലത് എന്റെ ഈശോയെ. ഞാൻ ഇപ്പൊ തന്നെ തുമ്മാൻ തുടങ്ങും കേട്ടോ. എങ്ങനെയുണ്ട് അപ്പൊ എന്തോന്നത് ഇത്? ഞാൻ എന്റെ മുഖത്തിടാനല്ലേ പറഞ്ഞത്. ശരി, അപ്പൊ കഴിഞ്ഞു. എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ, അഭിപ്രായം പറയൂ. അപ്പൊ ഇനി അടുത്തത് എന്റെ വീടല്ലേ? അടുത്ത ഇനി എന്റെ വീടല്ലേ? അടുത്ത ഇനി എന്റെ വീട്. എന്റെ വീട്. ഇനി ഇതിനകത്ത് 3 ഉണ്ടായിരുന്നു. ഈ പോയിന്റ് ഒക്കെ കറക്റ്റ് ആണല്ലോ. എന്തായാലും എനിക്ക് 5 പോയിന്റ് ഉണ്ട്. ഇത് റീസെന്റ് ആക്കി വെക്ക്. ഓക്കെ. അപ്പൊ മൈ ഫേവറേറ്റ് ഡ്രസ് ആൻഡ് ഫുഡ്. മൈ ഫേവറേറ്റ് ഡ്രസ് ആൻഡ് ഫുഡ്. ഡ്രസ് ടൈപ്പ് ഓഫ് ഡ്രസ്. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്? ഇപ്പൊ സൽവാർ ആണോ? അങ്ങനെ അത് സൽവാർ ആണല്ലേ? അപ്പൊ അതിനെ പറ്റി അല്ല. ഫുഡ് ആണെങ്കിലോ? ഫുഡാണെങ്കിൽ കപ്പ പൊടി. കപ്പ ഞാൻ കപ്പ മാത്രം ഉദ്ദേശിച്ചു. കപ്പ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് സാരിയാണ്. സാരിയാണ്. അറിയില്ലേ? സാരിയാണ്, പക്ഷെ അത് കുറെ നാളായിട്ട് ഇപ്പൊ ഉടുക്കാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. സാരി അങ്ങനെ അധികം ഇല്ല, പക്ഷെ എനിക്ക് ഇടാനുള്ള ആഗ്രഹമുണ്ട്. അതെ, ഇടാൻ എനിക്കിഷ്ടം സാരിയാണ്. ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ പോവാണെങ്കിൽ എനിക്കിഷ്ടം സാരി ഉടുക്കാനാണ്. കപ്പ പറഞ്ഞു, പക്ഷെ അപ്പൊ എന്താ ചെയ്യാ? എന്തായാലും തെറ്റിയില്ലേ? രണ്ടും പറയണ്ടേ? കുഴപ്പമില്ല, വരച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ? വരയ്ക്കുന്നില്ല. ഞാനും പൗഡർ ഇടാൻ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ടാന്ന്. ഞാൻ കണ്ണടച്ചിരിക്കാം. ഓക്കെ, കണ്ണിൽ തന്നെ ഇടാം. ഇനി ഇത് മുഖത്തും കഴുകി കളയുമ്പോഴത്തേക്ക് എങ്ങനത്തെ ആയിരിക്കും അവസ്ഥ? കുഞ്ഞു പിള്ളേര് കണ്ണടച്ചിരിക്കുന്നവർ. വാ പോലും തുറക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വായടച്ചോ, വായും കണ്ണൊക്കെ അടച്ചോ. പാണ്ട് പിടിച്ച പോലെ ഇരിക്കട്ടെ. അടിപൊളി. എന്റെ മുഖം ഇത്രയൊക്കെ തന്നെ വരുള്ളൂ. അത്ര സുന്ദരനാണെന്നാണോ? അത് അയ്യേ, അത്രയൊക്കെ ഞാൻ പറഞ്ഞില്ല. നിക്ക് വായടച്ചേക്ക്, വായിക്കകത്തേക്കൊക്കെ പോവും. എന്തായാലും ഞാൻ ചെയ്യുന്ന അത്രയും എന്തായാലും വന്നിട്ടില്ല. ബ്യൂട്ടിഫുൾ. അടിപൊളി. ഇതിന് കയ്യിലൂടെ തേച്ചു. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? അതോളാ വരച്ചു കഴിഞ്ഞിട്ട് എന്തോന്ന് കോളാ. അയ്യോ, ഇനി അടുത്ത ആരാ? ഇനി അടുത്തത് ആരാ? പോയിന്റ് എഴുതുന്നുണ്ടോ? അത് പൂജയാണല്ലോ, എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഞാൻ എടുക്കൂ. അയ്യോ അയ്യോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മമ്മിയുടെ കയ്യിൽ നിന്നും കാശുമെടുത്ത് ആരും അറിയാതെ ടൂർ പോയത്. വേണ്ടല്ലോ, റിസൾട്ട് 2ാം ക്ലാസ്. എനിക്കറിയാം. 2ാം ക്ലാസ്സോ? 2ാം ക്ലാസ്സിലോ? അല്ല, 2ാം ക്ലാസ് എന്നോട് പറഞ്ഞേ. 4ാം ക്ലാസ്. ഇതിപ്പോ ഞാൻ പറഞ്ഞു പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത് ടൈമിൽ അടിക്കുന്നതിന് മുന്നേ പറഞ്ഞില്ലേ? 2ാം ക്ലാസ്സിലല്ലേ? 4ാം ക്ലാസ്സിലാണ്. കഥ പറഞ്ഞു കൊടുക്കൂ. കഥ പറഞ്ഞത് വേറൊന്നുമല്ല. എന്നെ മാത്രം വേണ്ടിയില്ല, 1 ഡേ ടൂറ് പോയതാ 4ാം ക്ലാസ്സിൽ. അപ്പൊ മമ്മിക്ക് മറ്റേ ചെറിയ കുറിയുടെ പരിപാടിയൊക്കെ എന്താണ്ടായിരുന്നു. അപ്പൊ അന്ന് 50 രൂപ കണ്ട 50 രൂപ. എല്ലാ പിള്ളേരും പോകണുണ്ട്, എന്നെ മാത്രം വിടില്ല. പോണത് എവിടെയെന്ന് അറിയോ? കപ്പൽ കാണാനും. സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്, എറണാകുളത്തെ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക്. പിന്നെ അവിടുന്ന് ഷിപ്പ്യാർഡിൽ പോയി കപ്പലിൽ കയറാൻ, അങ്ങനെയൊക്കെ. അപ്പൊ ഭയങ്കര ചെറിയ പ്രായമല്ലേ, വീട്ടിൽ നിന്ന് മാത്രം എന്നെ മാത്രം വിടുന്നില്ല. അപ്പൊ കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കയറി അലമാരി കയറി 50 രൂപ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോ ഞാൻ കൈയും വീശി. അത് പോയി രസം കേക്ക്. ഓടിന് മുമ്പായിട്ട് മറ്റേ പേപ്പർ ലെറ്റർ ഞാൻ അന്ന് പിന്നെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലായിരുന്നേ. അപ്പൊ അത് എഴുതിയിട്ട് മമ്മിയുടെ ഒപ്പം എനിക്ക് ഏകദേശം വശം ഉണ്ടായിരുന്നു. ഞാൻ അത് ചെയ്ത് ഒപ്പിട്ടിട്ട് കൊണ്ടുപോയി. സാധാരണ പള്ളി പോവാറുണ്ട്. അപ്പൊ ആ പള്ളി പോണത് സാധാരണ പള്ളി പോകുമ്പോഴത്തേക്ക്
സാധാരണ എന്താ നമ്മുടെ യൂണിഫോം ഇട്ടിട്ടില്ല, സാധാരണ ഡ്രസ്സ് നമ്മൾ എന്താണോ കാഷ്വൽ ആയിട്ട് ഇടുന്ന ആ ഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഇട്ടിട്ട് പോവാ. അന്ന് വലിയ കാര്യം. ഇത് 50 രൂപയും മോഷ്ടിച്ചോണ്ട് പള്ളി പോയി, എന്ത് വിരോധാഭാസാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് 8 മണിക്ക് 7 മണിക്ക് 7:30 എന്തോ അവിടെ സ്കൂളിൽ നിന്ന് പോകും, ഇവിടെ കോൺവെന്റ് സ്കൂളിൽ നിന്ന്. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ആളെ കാണാനില്ല. നല്ല രസമായിരുന്നു. തിരിച്ചു വന്നപ്പോ പൊതിരെ കിട്ടി. അതെ, അത് നല്ല രസമായിരുന്നു അല്ലേ. നല്ല അനുഭവമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഈ നെക്സ്റ്റ് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെയായിരുന്നു സംഭവം. അതെ, ചെറുപ്പകാലം ആക്ച്വലി കുറെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അടുത്തത് പൗഡർ ചാടുന്നു. എന്റെ ഫസ്റ്റ് ഫോണിന്റെ ബ്രാൻഡ് സിമ്പിൾ മൈക്രോമാക്സ് ചൂടാറാപ്പെട്ടി. ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയായിരുന്നോ ഇനി? ഏത് മൈക്രോമാക്സ് ഉദ്ദേശിച്ചത്? ആ സാധാ മൈക്രോമാക്സ്. അതെന്തായാലും ആയിക്കോട്ടെ. അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്തായാലും കറക്റ്റ് ആണ് ആൻസർ. പക്ഷെ ഏത് മൈക്രോമാക്സ് ആണ്? വലിയ കീപാഡിന്റെ? വലിയ കീപാഡ്. ആ സാധാരണ ഫോൺ, സാധാ ഫോൺ. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണോ? ആൻഡ്രോയിഡ് ഫോൺ അല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്. അതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മ. വായിച്ചു നോക്കിയില്ലേ? ഇല്ല, വായിച്ചു നോക്കിയോ? പിന്നെ ചുമ്മാ അടിച്ചു വിടാൻ ഞാൻ വായിച്ചു നോക്കിയല്ലോ. അല്ല, ഇത് വായിച്ചു നോക്കിയാൽ എനിക്ക് ആൻസർ കിട്ടുന്നില്ലല്ലോ എപ്പോഴും. കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. ഗൂഗിളിലൊന്നും എന്റെ കാര്യങ്ങൾ സെർച്ച് അത്രയ്ക്ക് ഫേമസ് ആണ്. കഴിഞ്ഞോ? ഇല്ലല്ലോ, എന്റെ ഇനി ഒരെണ്ണം കൂടി. ഒരെണ്ണം കൂടി ഉണ്ട്, എനിക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. കറക്റ്റാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം എന്ന് പറയുമ്പോഴത്തേക്കും 2014. അതെ, 2014. കറക്റ്റാണ്. 2014 ഞങ്ങൾ കണ്ടുമുട്ടിയത്. അതെ. അപ്പൊ ടൈമർ ഇടുന്ന അപ്പോഴും വന്നില്ല, പക്ഷെ പറഞ്ഞു. ടൈമറിന്റെ ആവശ്യം വന്നില്ല, കാരണം എങ്ങനെ വന്നാലും 4 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല പറയുമെന്ന്. എവിടെയെങ്കിലും അല്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് മിസ്റ്റേക്ക് വിചാരിച്ചു, വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഫൈനൽ എന്റത്. എന്തായാലും ഞാൻ പോയി. പൊട്ടിപ്പാളീസായിരുന്നു. പക്ഷെ എന്റെ മുഖമാണ് ഏറ്റവും വൃത്തിയോടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതോ? ഇത് ഞാൻ കാണുന്നില്ല. ഫസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ ഗേവ് ടു യു. ഞാൻ ടൈം ഇട്ടു, പറഞ്ഞോളൂ. അല്ല, ചിഹ്നത്തിന്റെ അതും പിന്നെ അത് പറഞ്ഞു. പക്ഷെ ബാക്കി പിന്നെ ടവലോ? അയ്യാ, ടവലൊന്നും അല്ല. പിന്നെന്താ? ഒരു ബോഡി സ്പ്രേ. ബോഡി സ്പ്രേ. ഒരു ലവ് ചിഹ്നത്തിന്റെ ഒരു എന്താ പറയാ, സ്പോഞ്ച് പോലത്തെ ഒരു ആ സാധനവും, പിന്നെ ഒരു ബോഡി സ്പ്രേ. പക്ഷെ പറഞ്ഞില്ല, മേക്കപ്പ് ഇടാനുള്ള അവകാശം എനിക്ക് ഉണ്ട്. അങ്ങനെ കിട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത്രയായി. നീതി കൂടുതൽ എന്താവാനായിട്ടാ? ഒരു കാര്യം ചെയ്യാം അല്ലേ, നീതി കൂടുതൽ എന്താവാനായിട്ടാ? ഇനിയിപ്പൊ എവിടെ വരയ്ക്ക്? എവിടെയെങ്കിലും വരച്ചോ. ഇത് മുഖത്തൊന്ന് കഴുകിയാ പോവോ? അതൊക്കെ പോവായിരിക്കണല്ലോ. നല്ല തണുപ്പുണ്ട്. ആണോ? എന്നാ കുറച്ചധികം ഇടാം. കുറച്ചധികം ഇടണ്ട, കുറച്ച് മതി. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറയൂ. മതി. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ ചാൻസ് കിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പറ്റില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇത്രമാത്രം കുളവാക്കാവോ അത്രമാത്രം കുളവാക്കാം. കണ്ണു തുറന്നോളൂ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. കഥകളിക്ക് പോവോ? കഥകളി മേലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. ആരാ ഏറ്റവും സുന്ദര സുന്ദരി? സുന്ദരി സുന്ദര എങ്ങനെയുണ്ട്? അടിപൊളി. അതെയോ? നീയല്ല വരച്ചത്. കഴിഞ്ഞു. അപ്പൊ സ്കോർ ഞാൻ പറയാം. കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഒരെണ്ണൂടെ ഉണ്ട്. മെരുടെ കഴിഞ്ഞു, എനിക്ക് ലാസ്റ്റ് വൺ. ദൈവമേ, ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വരയും കൂടി വരക്കാൻ കിട്ടണേ. കഴിഞ്ഞു. സോറി, കഴിഞ്ഞു ഗൈസ്, തെറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? ഇത് ഇങ്ങാട് അല്ല, ഒന്നും കൂടി വേണം വരയ്ക്കാൻ. ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. വേണ്ട, സാരില്ല, ഞാൻ വിട്ടു. അപ്പൊ കഴിഞ്ഞു കേട്ടോ. അപ്പൊ സ്കോർ നോക്കാം. അപ്പൊ സ്കോർ നോക്കി എങ്ങനെയാണ്? സ്കോർ എന്തായാലും നോക്കാനില്ല. ഞാനാണ് 6 പോയിന്റിന് മുന്നിൽ. എനിക്ക് വന്നിട്ട് അല്ല, 2 പോയിന്റിന് ഞാനാണ് മുന്നിൽ. വലിയ ആള്, വലിയ കക്ഷി. അപ്പൊ ഞാൻ ജയിച്ചു ഗൈസ്. എന്തായാലും കുട്ടിയൊന്നും കിട്ടാൻ പോകില്ല, പക്ഷെ ഞാൻ ജയിച്ചു. ഒരു രസം. സമ്മാനം കിട്ടേണ്ടത് കിട്ടി. ഇതാണ് സമ്മാനം. അത് ഇതിലെ തോറ്റവർക്കാണുള്ള സമ്മാനം. അത് തോറ്റവർ ജയിച്ചവർക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. അത് കളിയിലെ ഗെയിമിൽ പറഞ്ഞിട്ടില്ല, അത് പറയണമായിരുന്നു, മുന്നേ പറയണമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കഴുകിട്ട് വന്നിട്ട് ഔട്ട്രോ എടുത്തത്. എന്തിന് ഇങ്ങനെ ഔട്ട്രോ എടുക്കുന്നത് ആദ്യമായിട്ട് നമ്മളായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഇത് അടിപൊളിയാ. അപ്പൊ ഗൈസ്,
അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ അല്ലേ? അതെ, സ്പെഷ്യൽ സ്പെഷ്യലാ, വളരെ സ്പെഷ്യൽ. ഇത് കാണുമ്പോ തന്നെ അറിയാം. ഞാൻ കുറെ പറഞ്ഞു, എല്ലാം പറഞ്ഞു ഓൾമോസ്റ്റ്. ഞാനാ പറയാതിരുന്നത് അല്ലേ? ഇഷ്ടല്ലേ എന്നെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കണ്ടേ? എന്ത് ചെയ്യാനാ ഗൈസ്, ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമയം ഇത്ര കിട്ടിയുള്ളൂ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഫൺ വീഡിയോ. ഫസ്റ്റ് പ്ലാൻ എന്താ ഇതുപോലത്തെ പല തീർച്ചയായിട്ടും ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിരവധി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക്, കമന്റ് ഇതെല്ലാം നമുക്ക് മസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതെ, എന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, നമ്മളത് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എന്ത് ഇല്ല പറഞ്ഞോളൂ, കൈ കൊട്ടിയതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ അടിപൊളി അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.